أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉലമാക്കളെ, സഹപാഠികളെ, നമ്മുടെ ജംഉൽ ജവാമിയുടെ ഒന്നാം ഭാഗത്തെ 17ാമത്തെ ക്ലാസ് വയഖ്തസുൽ ഇജ്സാഉ ബിൽ മത്ലൂബി. ഇവിടെ ഇബാദത്ത് ശരിയാവൽ കൊണ്ട് മതി, ആ തേട്ടം ഒഴിവാവുക എന്നതിൽ, അല്ല ഖളാ വീട്ടിൽ തന്നെ കളയുന്നതാണ് എന്നും. ഇങ്ങനെ രണ്ടഭിപ്രായം അതിലുണ്ട്. എന്തായാലും ഈ ഇജ്സാ, ഈ മതിയാവുക എന്നുള്ളത് എന്തുകൊണ്ട് പ്രത്യേകമായതാണ്? ബിൽ മത്ലൂബി, തേടപ്പെട്ടത് കൊണ്ട് മാത്രം പ്രത്യേകമായതാണ്. തേടപ്പെടുക എന്നുള്ളതിൽ മിൻ വാജിബിൻ മന്ദൂബിൻ, അത് വാജിബുമാവാം മന്ദൂമാവാം. ആ വാജിബ് മന്ദൂബിനാൽ തേടപ്പെട്ടത് കൊണ്ട് ഇജ്സാ പ്രത്യേകമാകും എന്ന് പറഞ്ഞാൽ, ഒന്നും കൂടി പറയട്ടെ, മന്ദൂബും മത്ലൂബ്, മന്ദൂബും വാജിബും പറഞ്ഞു വ്യാഖ്യാനിച്ചു. പിന്നെ വ്യാഖ്യാനിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ശർഇൽ ഇബാദത്തും ഇബാദത്തല്ലാത്തതും മത്ലൂബ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഐ ബിൽ ഇബാദത്തി എന്ന് വെച്ചത് ഇവിടെ. അപ്പൊ ഇവിടെ മത്ലൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാജിബ് മന്ദൂബായ മത്ലൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്താണ്. അപ്പൊ ഇബാദത്ത് കൊണ്ട് പ്രത്യേകമായതാണ് ഇജ്സാ എന്നായ അർത്ഥം. ലാ യതജാവസുഹ, ആ ഇബാദത്തിനെ ഈ ഇജ്സാ വിട്ടുകിടക്കുകയല്ല, മതിയാക്കുക എന്നുള്ളത്. ഇരൽ അഖദ്, അഖദിലേക്ക് വിട്ടുകിടക്കുകയില്ല. എങ്ങനത്തെ അഖദ്? അൽ മുശാരിക്കി ലഹാ ബി സിഹത്തി, ഇടപാട് ശരിയാവുക എന്ന വിഷയത്തിൽ ഇബാദത്തിനോട് കൂറായതാണ് അഖദും. അപ്പൊ ആ അഖദിലേക്ക് എന്താവുകയില്ല, ഈ ഇബാദത്തിനെയും വിട്ടുകൊണ്ട് ഇജ്സാ വിട്ടുകിടക്കൂല. അതുകൊണ്ടാണ് ബിൽ ഇബാദത്തി എന്ന് ഒന്നും കൂടി വ്യാഖ്യാനിച്ചാരിയാണ് കൊണ്ടുവരാൻ കാരണം. അപ്പോൾ യഖ്തസു അൽ ഇജ്സാഉ ബിൽ മത്ലൂബി എന്നതിന്റെ അർത്ഥം തേടപ്പെട്ടതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാജിബും മന്ദൂബുമായ ഇബാദത്ത്. ആ ഇബാദത്തോട് പ്രത്യേകമായതാണ് ഈ മതിയാക്കുക. ആ തേടൽ മതി, വീണുപോയി, അതുകൊണ്ട് തന്നെ മതി എന്നുമാവാം സിഹത്ത് കൊണ്ട്. അല്ലെങ്കിൽ ഇനി അതിനെ ഖളാ വീട്ടേണ്ടതില്ല, ആ ഖളാ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇജ്സാ എന്ന് ഖീല. എന്നാൽ വഖീല, ഇവിടെ ഖീലയുമുണ്ട്, യഖ്തസു, ഈ ഇജ്സാ പ്രത്യേകമാകുന്നതാണ് എന്തിനോട്? ബിൽ വാജിബി. ഇവിടെ ഷാരിഹ് എടുത്തത് എന്തിനോടാണ്? വാജിബും മന്ദൂബ് എടുത്തിട്ടുണ്ട് മത്ലൂബിന്. എന്നാൽ അവിടെ ഖീല പറഞ്ഞു പോകുന്നത് ബിൽ വാജിബി, വാജിബ് കൊണ്ട് പ്രത്യേകമാകൂ എന്ന്. അപ്പൊ വഖീല ബിൽ വാജിബ് എന്ന് പറയുമ്പോൾ ആ വാജിബ് കൊണ്ട് പ്രത്യേകമാകുന്നതാണ് ഇജ്സാ എന്ന് ഖീല വരുമ്പോൾ, ഇവിടെ ആ ഖീലയ്ക്ക് മുമ്പായിക്കൊണ്ടും മുഅ്തമദായിക്കൊണ്ടും യഖ്തസുൽ ഇജ്സാഉ ബിൽ മത്ലൂബ് എന്ന് പറയുമ്പോൾ അവിടെ വ്യാഖ്യാനം കൊടുക്കേണ്ടത് വാജിബും മന്ദൂബാണ് മുസല്ലിമിന്റെ അടുക്കലുള്ള എന്നതാണ്. ആ നിലക്കാണ് അവിടെ അങ്ങനെ കൊടുത്തത്. ഇനി ഇവിടെ വാജിബ് കൊണ്ട് പ്രത്യേകമാകും ഇജ്സാ എന്ന് ഖീല പ്രകാരം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിക്കണം? ഐലാ യതജാവസുഹു ഇലൽ മന്ദൂബി. അപ്പൊ വാജിബിനെയും വിട്ടിട്ട് ഈ ഇജ്സാ എവിടേക്ക് പോകില്ല? മന്ദൂബിലേക്ക് പോകുന്നില്ല. അപ്പൊ വാജിബായി ഇതിനോട് മാത്രമേ ബന്ധിക്കൂ. കൽ ആഖിദി, ഇടപാട് പോലെ. അപ്പൊ ഇടപാട് പോലെയുള്ള മന്ദൂബായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വാജിബ് ഏതോ അതിലേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഖീല. എന്ന് പറഞ്ഞാൽ ഒരു മായന അർത്ഥമാക്കപ്പെടുന്നത്, ഉദ്ദേശിക്കപ്പെടുന്നത് അന്നൽ ഇജ്സാ, നിശ്ചയമായിട്ടും മതിയാക്കുക എന്നുള്ളത് ലാ യത്തസിഉ ബിൽ അഖദു, അത് അഖദ് കൊണ്ട് മാത്രം എന്താവുകയില്ല, വസ്തു സിദ്ധിക്കൂല. വതത്തസിഉ ബിൽ ഇബാദത്തുൽ വാജിബത്തു വൽ മന്ദൂബത്തു, മന്ദൂബും വാജിബുമായിരിക്കുന്ന ഇബാദത്താണ് ഇജ്സാ കൊണ്ട് വസ്തു കിട്ടുക. വഖീല, അവിടെ പറയുന്നത് വാജിബത്തു, വാജിബായ ഇബാദത്ത് ഏതോ അതുകൊണ്ട് ഫഖത്ത്, വാജിബ് സുന്നത്ത് പെടുന്നില്ല, വാജിബ് കൊണ്ട് മാത്രമേ സിഫത്താകുകയുള്ളൂ ഇജ്സാ എന്നാണ് ഖീലയും മുഅ്തമദും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ അതിനെ ഷാരിയോട് വിശദീകരിച്ചത്. അപ്പൊ ഇന്നെ വിശദീകരിക്കുമ്പോൾ ഇതിന് മനസ്സിലാകുന്നത് ഇപ്പൊ എന്താ? അൻഷൽ ഖിലാഫ്, ഇവിടെ ഖിലാഫ് വന്നല്ലോ. ഇജ്സാ മത്ലൂബ് എന്ന് പറയുന്നിടത്ത് മന്ദൂബും വാജിബും പെടുത്തിയിട്ട് ഷാരി വിശദീകരിച്ചു. ഖീല പറയുന്നത് വാജിബുമാണ്. അവിടെ ഖിലാഫ് ഉണ്ട്. അത് ഈ ഖിലാഫിന്റെ ഉത്ഭവം എവിടുന്നാണ്? ആ ഖിലാഫിന്റെ ഉത്ഭവം വരുന്നത് ഹദീസു ബിനി മാജ വഗൈരിഹി, ഇബ്നു മാജയുടെയും ഇബ്നു മാജ അല്ലാത്തവരുടെ ഹദീസ് ഉണ്ട്. മസലൻ, അതൊരു മസലനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാത്തതും ഉണ്ട്. ഇവരല്ലാത്ത മറ്റു ഹദീസുകളൊക്കെ വരാനുണ്ട് ഇവിടെ. എന്താണതെന്ന് ചോദിച്ചാൽ ഒരു ഹദീസ് കാണാം, അർബഉൻ ലാ തുജ്സു ബിൽ അളാഹി,
ഉളുഹിയ്യത്തുകളിൽ 4 മതിയാകൂല എന്ന ഹദീസ് കാണുന്നുണ്ട്. ഉളുഹിയ്യത്തിന്റെ കാര്യം പറഞ്ഞെടുത്ത് ഉളുഹിയ്യത്തിന് ഇറക്കാൻ പറ്റുന്ന വിഷയത്തിൽ മതിയാവത്ത് 4 എന്നാണ്. അത് ഇജ്സാന് പറ്റൂല എന്നവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഹദീസ് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഇജ്സാ എന്ന് പറഞ്ഞില്ലേ, ഈ ഇജ്സാനെ നബി തങ്ങൾ ഉപയോഗിച്ചത് ഉളുഹിയ്യത്തിലാണ് എന്ന് മനസ്സിലാക്കണം. ഉളുഹിയ്യത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത് ഈ ഇജ്സാനെ. വഹിയ ഉളുഹിയ്യത്താണെങ്കിലോ മൻദൂബത്തുൻ ഇന്ധന, നമ്മുടെ അടുക്കൽ സുന്നത്താണ്. വാജിബത്തുൻ ഇന്ദ ഗൈരിന, നമ്മുടെ അടുക്കൽ നമ്മളല്ലാത്തവരുടെ അടുക്കൽ വാജിബാണ്. അതാരെ പോലെയൊക്കെ അബി ഹനീഫ, ഇമാം അബു ഹനീഫ തങ്ങളെ പോലെ. അപ്പൊ ഇമാം അബു ഹനീഫ തങ്ങളുടെ അടുക്കൽ വാജിബിലും നമ്മുടെ അടുക്കൽ സുന്നത്തുമായ കാര്യമാണ് ഉളുഹിയ്യത്ത്. അപ്പൊ ഈ ഉളുഹിയ്യത്തിലാണ് ഇജ്സാ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാലോ. അപ്പൊ സുന്നത്തായിരിക്കുന്ന ഉളുഹിയ്യത്തുകളിൽ മതിയാവാത്ത 4, അപ്പൊ മതിയാവുന്നുണ്ട് എന്നാണ്. ആ 4 വെച്ച് ബാക്കി മതിയാകുന്നു. അപ്പൊ ആ മതിയാകും എന്ന് ഉപയോഗിച്ചത് സുന്നത്തിലല്ലേ. ആ മത്തുലുവിൽ നമുക്ക് എന്ത് വെക്കാം? വാജിബും മന്ദൂമായതും പെട്ടു ഇജ്സാരി എന്നതാണ്. ഇവിടെ ഈ ഹദീസ് കൊണ്ട് നമ്മളല്ലാത്ത ഇമാം അബു ഹനീഫ തങ്ങൾ പോലൊരു പറയാ ഉളുഹിയ്യത്ത് വാജിബല്ലേ, അത് വാജിബിൽ ഉപയോഗിച്ചതാണ്, മന്ദൂബിലല്ല എന്നാണ്. അപ്പൊ ഇവിടെ വാജിബി, അപ്പോ ഈ ഇജ്സാഹിനെ വാജിബിൽ ഉപയോഗിക്കുക എന്നതിൽ നിന്ന് ഈ ഇജ്സാൻ എന്തായി? വാജിബിൽ ഉപയോഗിച്ചില്ലേ. അങ്ങനെ വാജിബിൽ ഉപയോഗിക്കുക എന്നതിൽ നിന്ന് ഇത്തിഫാഖൻ ആ ഉപയോഗിക്കൽ തന്നെ എന്താണ്? എല്ലാവരും യോജിച്ച നിലയിലാണ്. ആർക്കും തർക്കമില്ല. വാജിബിൽ ഇജ്സാൻ ഉപയോഗിക്കുന്ന കാര്യം തർക്കമില്ല. അപ്പൊ ഇത്തിഫാഖൻ നമുക്ക് വാജിബിൽ ഇജ്സാൻ ഉപയോഗിക്കുക എന്നതിൽ പെട്ടതാണ് ഹദീസു ദാരിഖുത്നി വഗൈരിഹി, ദാരിഖുത്നി ഇമാമിന്റെയും അല്ലാത്തവരുടെയും ഹദീസ്. എന്ത്? ലാ തുജ്സിഉ സലാത്തുൻ ലാ യഖറഉ റജുലു ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ എന്ന ഹദീസല്ലേ. നിസ്കാരത്തിൽ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞ ഫാത്തിഹ ഓതാത്തവന് നിസ്കാരം മതിയാകൂല. ഇവിടെ ഇജ്സാ ഉപയോഗിച്ചത് എന്തിലാണ്? വാജിബിലാണ്. ഇത് വാജിബിലാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പൊ ഇവിടെ വാജിബിൽ ഉപയോഗിച്ചു, അത് എല്ലാവരും ഇത്തിഫാഖാണ്. ആദ്യം പറഞ്ഞിടത്ത് വാജിബാണെന്ന അഭിപ്രായമുണ്ട്, സുന്നത്താന്ന അഭിപ്രായമുണ്ട്. രണ്ടഭിപ്രായത്തിലും അങ്ങനെ ഉപയോഗിച്ചു. ഈ നിലപാടിലൂടെ ഈ ഹദീസ് പിടിച്ചിട്ടാണ് ഇവിടെ വാജിബിൽ മാത്രമാണെന്നും അല്ല വാജിബിൽ സുന്നത്തിലും കൊടുമെന്ന് ഖിലാഫ് വരാനുണ്ടായത്. ഇങ്ങനെയാണ് തർക്കം. ഇനി ഇതിനോട് നേരിടിക്കും. ഇതിനോടെന്ന് പറയുമ്പോ സിഹത്ത, ഇവിടെ സിഹത്ത് എന്ന് നമ്മൾ പറഞ്ഞു പോയല്ലോ. ആ സിഹത്തിനോട് നേരിടിക്കും. എന്തിനെ? അൽ ബുത്ലാനു, ബുത്ലാനി എന്ന് പറയുന്ന ഒന്നിനെ. ബുത്ലാൻ എന്ന് പറഞ്ഞാൽ എന്ത്? ബുത്ലാൻ എന്ന് പറഞ്ഞാല് മുഖാലഫത്തുൽ ഫിഇലി ദിൽ വജ്ഹൈനി, 2 വജ്ഹുടേതായ ഒരു ഫിഇലി എതിരാവുക, ഉഖൂഅൻ സംഭവിക്കലിനാൽ. എന്തിനോട്? അശ്ശറഇനോട്. അപ്പൊ സിഹത്തിന്റെ അവിടെ 2 വജ്ഹുള്ള ഫീലുണ്ട്. അത് ശറഅ് യോജിക്കുമ്പോ സിഹത്ത്. ഇവിടെ 2 വജ്ഹുടേതായിരിക്കുന്ന ഒരു ഫിഇല് ശറഇനോട് സംഭവിക്കുന്നിടത്ത് എതിരാവുക, അങ്ങനെ എതിരായി വരിക എന്നുള്ളത് ബുത്ലാനാണ്. ഈ ബുത്ലാനെ എന്തിനോട് നേരിടിക്കപ്പെടും? സിഹത്തിനോട് നേരിടിക്കപ്പെടും. വഖീല, പറയപ്പെട്ടിട്ടുണ്ട് ഈ ബുത്ലാൻ എന്ന് പറഞ്ഞാല് ഇബാദത്തിന്റെ കാര്യത്തിൽ ബുത്ലാൻ എന്ന് പറഞ്ഞാല് അദ്മു ഇസ്ഖാതിഹ അൽ ഖളാഅ, ഈ ഇബാദത്ത് ഖളാ വീട്ടലിനെ ഒഴിവാക്കി എന്നത് ഇല്ലാതിരിക്കലാണ്. അപ്പൊ ഇബാദത്ത് ശരിയാവണം. ഇബാദത്ത് ശരിയാകുമ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? അവിടെ ഖളാഇനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇബാദത്ത് ഖളാഇനെ ഒഴിവാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ അതാണ് ഇബാദത്തുൽ ബുത്ലാൻ എന്ന് ഖീല. മുഅ്തമദ് പ്രകാരം പറയുന്നത് അങ്ങനെയല്ല, 2 വജ്ഹുടേതായ ഒരു ഫീലാണ്. ആ ഒരു ഫീല് സംഭവിക്കുമ്പോൾ ശറഇന് വിരുദ്ധമായി എതിരായി വന്ന ബുത്ലാനി എന്നതാണ്. ബഹുവ, അതാകുന്നത് പറഞ്ഞാൽ അയൽ ബുത്ലാനു, ബുത്ലാനാകുന്നത് അല്ലവി, അങ്ങനത്തെ ബുത്ലാന് ഉലിമ അറിയപ്പെട്ടിട്ടുണ്ട്. അന്നഹു, ആ ബുത്ലാന് മുഖാലഫത്തു ദിൽ വജ്ഹൈനി ശറഅ, ശറഇനോട് വജ്ഹുടേത് എതിരാവുക എന്നാണല്ലോ അറിയപ്പെട്ടത്. അങ്ങനെ അറിയപ്പെട്ടതായിരിക്കുന്ന ആ ബുത്ലാന് അൽ ഫസാദു, അത് ഫസാദുമാണ്.
അയലൻ വീണ്ടും എന്ന് പറഞ്ഞാൽ അതേ ബുത്തലാൻ എന്ന് പറയപ്പെടുമ്പോൾ ഈ മുഖാലഫത്തു ശറഇനോട് ബുത്തലാൻ എന്ന് പേര് പറയപ്പെടുമ്പോൾ അതിന് ഫസാദും എന്ന് പറയാം. അപ്പൊ കുല്ലും മിൻഹുമ ഫസാദ് ബുത്തലാൻ ഇവ രണ്ടിനുള്ള എല്ലാവും മുഖാലഫത്തു മാ ദുകിറ ശറഅ എന്തായ അർത്ഥം ദുൽ വജ്ഹൈനി ഉടയതായത് എതിരാവുക ശറഇനോട് എന്നുള്ളതാണ് ഫസാദിന്റെ നിർവചനവും ബുത്തലാന്റെ നിർവചനവും. രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാം. എങ്കിൽ ബുത്തലാനും ഫസാദും രണ്ടാണ്. ഖിലാഫൻ ലി അബി ഹനീഫ ഇമാം അബു ഹനീഫ തങ്ങൾക്ക് എതിരായിട്ട് മൂപ്പര് പറയുന്നത് അങ്ങനെയല്ല, ബുത്തലാന് വേറെ ഫസാദ് വേറെയാണ് എന്നതാണ്. എവിടെയാണ് എതിര് കാണുന്നത്? ഫീ ഖൗലി മഹാൻ പറഞ്ഞിടത്ത് മുഖാലഫത്തുമ്മ ഒന്ന് എതിരാവുക അങ്ങനത്തെ ഒന്ന് വിക്ര പറയപ്പെട്ടുന്നതിൽ വജ്ഹൈനുടേതായ ഫീൽ എതിരാവുക ഷറഇനോട് എതിരാവുക. ഷറഇനോട് എതിരാവൽ എങ്ങനെയാണ് മനസ്സിലാവുക? ബി അൻകാന ആ ഒന്ന് ആവുക മൻഹിയൻ അൻഹു ആ ഒന്നിനെ തൊട്ട് നിരോധിക്കപ്പെട്ടതായിരിക്കണം. അപ്പൊ നെഹി ഉണ്ടാവണം. അങ്ങനെ നെഹി ചെയ്യപ്പെട്ടത് അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഷറഇനോട് പറയപ്പെട്ടത് എതിരുണ്ടാവുക. അങ്ങനെ എതിരാവുക എന്നുള്ളതിൽ ഇവര് പറയുന്നത് ഇൻകാനത്ത് ആ മുഖാലഫത്ത് ആണെങ്കിൽ നെഹി അൻഹു ആ ഒന്നിനെ തൊട്ടുള്ള നെഹി ആയി. എന്തിനായി? ലി അസിലിഹി ആ ഒന്നിന്റെ അസിലിനെ നെഹി ചെയ്യാനുള്ളതായി വരികയാണ് എങ്കിൽ ഫഹിയൽ ബുതലാനു അപ്പൊ പിന്നെ ആ മുഖാലഫത്തിനെ കുറിച്ച് ബുതലാൻ എന്ന് പറയാം. ഏതുപോലെ കമാ വിശ്വലാത്തി ബിദൂനിമാ വിശ്വസുറൂത്തി അവിൽ അർക്കാനി ചില ഫറളുകള് ചില സറത്തുകള് ഇവ കൂടാതെയുള്ള നിസ്കാരത്തെ കുറിച്ച് പറയുന്നതുപോലെ. അപ്പൊ ചില സറത്തുകളോ ചില ഫറളുകളോ ഇല്ല. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള നെഹി വന്നപ്പോ ആ നെഹി അസിന് നെഹി ചെയ്യലായി. അപ്പൊ അസിന് നെഹി ചെയ്യുന്ന രീതിയിലുള്ള മുഖാലഫത്താണ് ഇവിടെ വന്നത്. അത് വരുമ്പോ ഇതിനെ കുറിച്ച് എന്ത് പറയാം? ബുത്തലാൻ എന്ന് പറയാം. അതുപോലെ മലാഖിഹിനെ വിൽക്കുന്നതിലുള്ളതുപോലെയും മലാഖി എന്ന് പറഞ്ഞാൽ അത് മാഫിൽ ബുത്തൂനി ഗർഭപാത്രത്തിലുള്ള ഒന്ന്. അതെന്തിനാലാണ്? മിനൽ അജിന്നത്തി കുട്ടികളാൽ. അപ്പൊ ഗർഭത്തിൽ ഇരിക്കുന്ന കുട്ടികളെ വിൽക്കുക അതിനും പാടില്ലല്ലോ, അതും വിൽക്കാൻ പാടില്ല. അവിടെയുള്ളതും ബുത്തലാനാണ്. എന്തുകൊണ്ട്? അയൽ വിൽക്കപ്പെടുക എന്ന വസ്തുവിൽ ഉണ്ടാവേണ്ട ഒരു ഫറളുണ്ട്. ആ ഫറൾ ഇവിടെ ഇല്ല. അത് ഇല്ലാത്തത് കൊണ്ട് അത് ബുത്തലാനായി. അങ്ങനെയാണ് ഇമാം അബു ഹനീഫ തങ്ങൾ പോകുന്നത്. മൂപ്പര് പറയുന്നത് ഒരു വസ്തു ഒരു കാര്യം അത് ശറഇനോട് എതിരാവുക എന്നുള്ളത് അതിനെ തൊട്ട് നെഹി വരണം. ആ നെഹി വരുന്ന സമയത്താണ് മുഖാലഫത്ത്. ആ മുഖാലഫത്ത് നേരെ എന്തുണ്ടായി? അസിനെയാണ് നെഹി ചെയ്യുന്നതെങ്കിൽ ബുത്തലാൻ എന്ന് വെക്കണം. ഇനി അങ്ങനെയല്ല ഔലി വസ്ഫിഹി അത് അസിനെ നെഹി ചെയ്യാനുള്ളതല്ല ആ നെഹി വന്നത്. പിന്നെന്താ നെഹി വന്നത്? അതിനൊരു വസ്ഫുണ്ട്. ആ വസ്ഫ് നെഹി ചെയ്യല. ആ വസ്ഫ് നെഹി ചെയ്യൽ വരുമ്പോൾ പിന്നെ ആ നിലയ്ക്ക് ശറഇനോട് ഇതിന് എന്താ മുഖാലഫത്ത് വന്നല്ലോ അതിൽ വജികൈനി. ആ നിലപാടിലൂടെ വരുമ്പോൾ ഈ മുഖാലഫത്തിന്റെ പേരെന്ത് പറയും? അൽ ഫസാദ് ഫസാദി എന്നാണ്. അപ്പൊ വസ്ഫിനുള്ള നെഹിയാണ് എങ്കിൽ മുഖാലഫത്ത് ഫസാദ്, അസിലുള്ള നെഹിയായിട്ട് വരികയാണെങ്കിൽ മുഖാലഫത്ത് ബുത്തലാൻ. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ടവര് പോകുന്നത്. അതല്ല എന്നാണ് നമ്മളും. അതിനുദാഹരണം എവിടെ കാണാൻ? ഗമാബി സൗമി യോമിൻ നെഹിരി പെരുന്നാൾ ദിനത്തിലുള്ള നോമ്പിലുള്ളതുപോലെ പെരുന്നാൾ ദിനത്തിൽ നോമ്പ് നോൽക്കൽ ഹറാമാണല്ലോ. ഹറാമ് പെരുന്നാൾ ദിനത്തിൽ എന്തായി ഹറാമാവാൻ കാരണം? അവിടെ നെഹിയുണ്ട്. ആ നെഹി എന്തിനാണ്? അസിനല്ല, നോമ്പിന് ചെയ്തതല്ല, നോമ്പിന് ചെയ്തതല്ലത്. അവിടെ വസ്ഫിനെയാണ്. വസ്ഫ് ഹറാമാവുക പെരുന്നാൾ ദിനത്തിൽ എന്നുള്ളത്. അതിന്റെ സൗമിഹി നോമ്പ് നോറ്റുകൊണ്ട് തിരിഞ്ഞു കളഞ്ഞതിന് വേണ്ടി അള്ളയാപത്തില്ലായി അള്ളാഹ ഉളുഹിയ്യത്തിന്റെ മാംസങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് അല്ലാഹു തആല വിരുന്നൂട്ടുകയാണ്. ആ വിരുന്നൂട്ടലിനെയും തൊട്ട് നോമ്പ് നോറ്റുകൊണ്ട് തിരിഞ്ഞു കളഞ്ഞില്ലേ, ആ വിരുന്ന് സ്വീകരിക്കാതിരിക്കെ വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ വരുമ്പോൾ അവിടെ അസിന്റെ നെഹി ചെയ്തതല്ലോ, വസ്ഫിനല്ല നെഹി ചെയ്തത്. അൽഗത്തി എങ്ങനത്തെ ഉളഹിയ്യത്തുകള് ശറഅഹാഫിഹി പെരുന്നാൾ ദിനത്തിൽ ആ പെരുന്നാൾ ദിനത്തിൽ ഉളഹിയ്യത്തിന് അല്ലാഹു തആല ശറായി അംഗീകരിച്ച് തന്നതല്ലേ. അത് വാംശിക്കൽ നമുക്ക് ഭക്ഷിക്കൽ ഹലാലല്ലേ. അത് അല്ലാഹു തആല നമുക്കൊരു വിരുന്നാക്കി വെച്ച ദിനമാണ് പെരുന്നാൾ ദിനം. അന്ന് നോമ്പ് നോറ്റുകൊണ്ട് ആ വിരുന്നിനെ തിരിഞ്ഞു കളയലല്ല, അത് പാടില്ലല്ലോ. അപ്പൊ ഇവിടെ നോമ്പ് നോൽക്കുക പാടില്ല എന്ന് പറഞ്ഞ് നോമ്പിന്റെ അസ്ല് ചെയ്യുന്നതല്ല.
ഇവിടെ ഒരു വസ്ഫുണ്ട്, ആ വസ്ഫിനെ നെഗി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് മസ എന്ന് പറയാം. ഒരു നാണയത്തെ 2 നാണയത്തിന് പകരം വിൽക്കുന്നതിനുള്ളത് പോലെയും എന്താണ് വിൽക്കാൻ പാടില്ല എന്ന് വരാൻ കാരണം ഇസ്തിമാലിയാദത്തി, ഒരു നാണയത്തിന് സമസമാനമായി കൊടുക്കേണ്ടിടത്ത് ഇരട്ടിച്ചു കൊടുത്തു, അപ്പൊ സിയാദത്ത് വന്നു. ആ സിയാദത്തിന്റെ മേല് ആ ബൈ എന്ത് വന്നു, ചുറ്റി വന്നു. ഇവിടെ സിയാദത്തിന്റെ വസ്ഫില്ലേ, ആ വസ്തു വന്നത് കൊണ്ടാണ് ആ ബൈ അവിടെ നെഹി വന്നത്. അല്ല ബൈന്റെ അസൽ നെഹി ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആ സിയാദത്തിന്റെ മേലിൽ ചുറ്റി വന്നു ഈ ബൈ. അപ്പൊ സമുബിഹി, അപ്പൊ ആ ബൈ കൊണ്ട് അവർ എന്തായി കുറ്റക്കാരനാകും. അങ്ങനെ ആ ബൈ കൊണ്ട് എന്ത് കിട്ടും, ഒരു പിടിക്കൽ കൊണ്ട് മോശമായ ദുർബലമായ ഒരു അധികാരത്തെയാണ്, ഒരു മിൽക്കലെയാണ് ആ കബന്ന് കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടുള്ള നെഹിയാണ്. അപ്പൊ ഇത്തരം വസ്തുക്കളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നെഹി ചെയ്തു. അതുകൊണ്ട് മുത്തലാൽ എന്ന് പറയാൻ പറ്റും, ബൈക്ക് പറ്റും. പക്ഷെ ബൈക്കിന് കേട് വന്ന് സിഫത്തുണ്ടായതുകൊണ്ടാണ്. നോമ്പ് പറ്റും. നോമ്പിന് പറ്റിയ വസ്തു എന്താന്ന് ചോദിച്ചാൽ അവിടെ തിരിഞ്ഞു കളയുന്നൊരു വസ്തുണ്ട്, അതുകൊണ്ട് നെഹി വന്നതാണ്. ഇതാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് മൂപ്പരെ വാക്കിയുള്ളത്. അതുകൊണ്ടാണ് ഈ എതിരി കാണുന്നത്. വലൂനവർ അപ്പം ഒരാൾ നേർച്ചയാക്കി സോമയോമിൻ നഗരി, പെരുന്നാൾ ദിനത്തിൽ നോമ്പ് നോൽക്കണമെന്ന് നേർച്ചയാക്കിയാലോ സഹനദുർഹു, ആ നേർച്ച ശരിയല്ലേ, അത് ശരിയാണ്. എന്തുകൊണ്ട്, തെറ്റ് എന്തിനാണ്, പ്രവൃത്തിയിലാണ്. അപ്പം പ്രവർത്തിച്ചിട്ടില്ലല്ലോ. ദൂരനെതിരിഹി, നേർച്ചയെ കൂടാതെയായ നിലയിൽ ഉമറു, അവരോട് കൽപ്പിക്കപ്പെടുന്നുണ്ട് ബിഫിത്രി, നോമ്പ് നോൽക്കാതിരിക്കൽ കൊണ്ട്. എന്നിട്ട് കലാഹി, നോമ്പ് അന്ന് ദിവസം നോൽക്കരുത്, പിന്നീട് നോമ്പ് കലാഹ് കൂട്ടണം എന്നതുകൊണ്ട് കൽപ്പിക്കപ്പെടുന്നുമുണ്ട്. അപ്പൊ അസിലല്ലോ നെഹി, വസ്ഫല്ലേ. ഈ യതഖല്ലസ അനിൽ മഅസിയത്തി, എന്തിനങ്ങനെ കൽപ്പിച്ചത്, നോമ്പ് മുറിക്കണം എന്ന് പറയുന്നതും കലാഹ് കൂട്ടണം എന്നൊക്കെ പറയുന്നത്, അവിടെ നോമ്പ് മുറിക്കണം എന്ന് പറയുന്നത് തെറ്റിനെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി നേർച്ചക്കാരൻ നേർച്ച കൊണ്ട് പൂർത്തിയാക്കാൻ വീട്ടാൻ വേണ്ടിയിട്ടുമാണ്. വലു സാമഹു, ഇനി എങ്ങാനും ആ ദിവസത്തിൽ അവൻ നോമ്പ് നോറ്റാലോ ഹറജ അൽഹിദത്തിനെതിരിഹി, അവൻ നേർച്ചയാക്കുക എന്നുള്ളൊരു തെക്രീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം ഒരു തെക്രീഫിനെ തൊട്ടും അങ്ങനെ ഒരു കെട്ടുബന്ധം തൊട്ട് അവൻ പുറത്തു പോയി. എന്തുകൊണ്ട് പുറത്തുപോയി, ഈ അന്നഹു അദ്ദസോമ കമൽതസമഹു, അവൻ ഏറ്റെടുത്തതുപോലെ തന്നെ ആ നോമ്പിനെ വീട്ടി. അതുകൊണ്ട് പിന്നെ ഫാസിദി, ഫാസിദി എന്നതുകൊണ്ട് ഇവിടെ എണ്ണപ്പെട്ടിട്ടുണ്ട്. അപ്പോ മഹാനവറുകൾ ഇത് ഫാസിദ് എന്നതുകൊണ്ടാണ് എണ്ണിയിട്ടുള്ളത്. അമ്മൽ ബാത്തിലു, അപ്പോൾ ബാത്തിലി എന്നുള്ളതാവുന്നത് പല എഴുത്തദ്ബി, അതുകൊണ്ട് എണ്ണപ്പെടുകയുമില്ല. ഇങ്ങനെയൊക്കെയാണ് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, ഖിലാഫുണ്ടെന്ന് വന്നത്. ഫാത്തൽ മുസന്നിഫ, എന്നാൽ നമ്മുടെ മുസന്നിഫ് അവരോട് നഷ്ടപ്പെട്ടു പോയി. എന്ത്, ആ യഖൂല, മുസന്നിഫ് പറയലേ, എന്ത് പറയല്, വൽ ഖിലാഫു ലഫ്ളിയ്യുൻ എന്ന് പറഞ്ഞില്ല മുസന്നിഫ്. മുസന്നിഫ് ഇപ്പോൾ കൊണ്ടുവന്ന രീതി എങ്ങനെയായിരുന്നു, വയുഖാബിലുഹ അൽ ബുത്ലാനു വഹുവൽ ഫസാദു എന്ന് പറഞ്ഞു വെച്ചു. ഇവിടെ ഖിലാഫ് ഇല്ലാത്ത രീതിയിൽ, ഖിലാഫ് ഉണ്ട്, പക്ഷേ ഖിലാഫ് എന്തായില്ല, ഖിലാഫ് ലഫ്ളിയാണെന്ന് പറഞ്ഞില്ല. ആ ഖിലാഫ് ലഫ്ളിയാണെന്ന് പറയൽ മുസന്നിഫിന് നഷ്ടപ്പെട്ടു പോയി. കമ ഖാലഫിൽ ഫർളി വൽ വാജിബി, ഫർള് വാജിബിന് ഖിലാഫ് ഉണ്ടായപ്പോൾ അവിടെ ഖിലാഫ് ലഫ്ളിയാണെന്ന് മുസന്നിഫ് പറഞ്ഞില്ലേ. അതേ ഒരു ഖിലാഫ് ലഫ്ളിയാണ് ഇവിടെയും ഉള്ളത് എന്ന് മുസന്നിഫ് പറഞ്ഞില്ല മുത്തലാല് മസാദിലെ. ഇത് മുസന്നിഫിന് നഷ്ടപ്പെട്ടു പോയി എന്നൊരു ശാരിഅ് മുസന്നിഫിനോട് പറയുന്ന രീതി, മുസന്നിഫിന് ഒരു ഇത്ര നടത്തണം ഇവിടെ. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ഇത് ഹാസിലും ഇവിടെ പറഞ്ഞതിന്റെ ഹാസില് അന്ന മുഖാലഫത്ത ദിൽ വജ്ഹൈനി അശ്ശറഅ, 2 വജ്ഹുടേതാണ്. അതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വജ്ഹ് എന്താണെന്ന്. 2 വജ്ഹുടേതായിരിക്കുന്ന ഒരു ഫിഅല്, ഒരു കർമ്മം എതിരാവൽ ശറഈനോടെ. എന്തുകൊണ്ട്, ബിൻ നഹി അൻഹു, ആ ഒരു കർമ്മത്തെ തൊട്ട് നഹിയുണ്ട് ഇവിടെ. ആ നഹി കൊണ്ടാണ് ഇവിടെ എതിര്. അങ്ങനെ എതിരാകുന്നത് എന്തിന് നഹി ചെയ്തു, അതിനെ തൊട്ട് നഹി, നഹി ലി അസ്ലിഹി, ഇവിടെ ആ കർമ്മം ചെയ്യരുത് എന്ന് പറഞ്ഞ നഹി, ആ നഹി അതിന്റെ അസ്ലിലുള്ള നഹിയാണ്.
ഇങ്ങനെ അസിലുള്ള നെഹി കൊണ്ട് തന്നെയാണ് ഷറഇനോട് രണ്ട് വജികളുടേത് എതിരാവുന്നത്. ഇങ്ങനെ എതിരാകുമ്പോ ഗമാതുസമ്മ ബുത്ലാനൻ, ആ ഈ മുഖാലഫത്തിന് ബുത്ലാൻ എന്ന് പറയപ്പെടും പോലെ ഹൽ തുസമ്മ ഫസാദൻ, ഫസാദ് എന്ന് പറയപ്പെടുമോ? അല്ലെങ്കിൽ ലൗലി വസ്ഫിഹി, ആ വസ്തുവിനെ തൊട്ട് അല്ലെങ്കിൽ ആ കർമ്മത്തെ തൊട്ടുള്ളതായിരിക്കുന്ന നെഹി അത് വസ്തുന നെഹി ചെയ്യലാണ് എങ്കിൽ ഗമാതുസമ്മ ഫസാദൻ, അങ്ങനെ വരുമ്പോൾ മുഖാലഫത്തിന് ഫസാദ് എന്ന് പറയപ്പെടും പോലെ ഹൽ തുസമ്മ ബുത്ലാനൻ, ബുത്ലാനി എന്ന് പറയപ്പെടുമോ? ഇതാണ് ഖിലാഫുള്ളത്. ഹിന്ദുഹു ഇല്ല, നമ്മുടെ അടുക്കൽ അങ്ങനെ എന്താവുകയില്ല. ബുത്ലാനൊന്നും അല്ല, മൂപ്പരടുക്കൽ ഇമാം അബു ഹനീഫ തങ്ങളുടെ അടുക്കൽ ബുത്ലാനും ഫസാദും ഒന്നല്ല രണ്ടാണ്. ബുത്ലാനൊന്ന് വേറെ, ഫസാദൊന്ന് വേറെ. ഇന്ധന നമ്മുടെ അടുക്കൽ ബുത്ലാൻ എന്ന് പറഞ്ഞാൽ അതിന് ഫസാദ് എന്നും പറയാം, ഫസാദ് എന്നും പറഞ്ഞാൽ ബുത്ലാൻ എന്നും പറയാം. ഇങ്ങനെയാണ് ഖിലാഫ് ഉള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ആശയത്തിൽ കുഴപ്പമൊന്നുമില്ല, ഖിലാഫ് രസമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് മുസന്നിഫ് അവർക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോയത് എന്താണ്, ഇവിടെ ഒരു ലഫ്ളിയായ ഖിലാഫ് പറയലാണ് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതാണ്. പിന്നെ പിന്നെ നമുക്കൊരു പരിപാടി നടത്തി കഴിഞ്ഞാൽ സിഹത്ത് പറയുമ്പോൾ തന്നെ അദാ ആണെന്ന് പറയും. അത് അദാ ആണ്. എന്താ ഈ അദാ? അദാ എന്ന് പറയുന്നത് ഒരു കർമ്മം, ആ കർമ്മത്തിന്റെ സമയം കടന്നു വന്നു. അങ്ങനെ കടന്നു വന്ന ആ ഒരു കർമ്മത്തെ മുഴുവനായിട്ടോ ബാലായിട്ടോ പ്രവർത്തിക്കുക. എന്തിന്റെ മുമ്പ്? ഖബില ഖുറൂജി, ആ സമയം കഴിയുന്നതിന് മുമ്പ്. അപ്പോൾ ഏതൊരു കർമ്മമാണെന്ന് വെച്ചോ, ഒന്ന് ലോഹറാവട്ടെ, ലോഹർ എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ സമയമായി, അതിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് ലോഹർ മുഴുവൻ ചെയ്യുക. അല്ലെങ്കിൽ ഫുള്ള് വേണ്ട, കുറച്ച് സമയത്തും കുറച്ച് സമയത്തിന്റെ പുറത്തുമായി, ഇങ്ങനെ പറയുക. ഇങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട് അതിന്. ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ അതിന്റെ പേരാണ് അദാ എന്നുള്ളതാണ്. ആ ഒന്ന് ഫീല് വാജിബങ്കാന മന്ദൂബൻ, അത് മന്ദൂബായ കർമ്മമാവട്ടെ വാജിബായ കർമ്മമാവട്ടെ എന്തോ ആവട്ടെ. ഖൗലുഹു, മുസന്നിഫിന്റെ ഖൗല് ഫിഇലു ബഅദി എന്ന് പറയുന്നത് യഅനി മഅ ഫിഇൽ ബഅദിൽ ആഖർ എന്നാണ്. ഇവിടെ ഫിഇലു ബഅദി എന്ന് പറയുന്നുണ്ട്, ബഅദ് ചെയ്യുക. ആ ബഅദ് ചെയ്യുക എന്ന് പറഞ്ഞ ഈ ഖൗല് യഅനി മുസന്നിഫ് ഉദ്ദേശിക്കുന്ന ഖൗലേറ്റ് മറ്റൊരു ബഅദ് ഇവിടെ ഉണ്ട്. ആ ബഅദിനെ ചെയ്യലോടുകൂടെ എവിടെ? ഫിൽ വഖ്തി, സമയത്തിൽ തന്നെ. അയ്യൻ ഈ ബഅദിനെ ആ സമയത്ത് ചെയ്യുന്നത് പോലെ തന്നെ ബാക്കിയുള്ള ഭാഗം ആ സമയത്ത് തന്നെയാണ്. അങ്ങനെ ചെയ്യലോടുകൂടെയാണ് ഇവിടെ ഫീൽ ബഅദ് ഉദ്ദേശിക്കുന്നത്. അത് സലാത്തൻ കാലം. ആ ബഅദ് ചെയ്യുന്ന ഇബാദത്ത് നിസ്കാരാവട്ടെ, അത് സോമം നോമ്പാവട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ആ ബഅദഹു, വഖത്തിലല്ല വഖത്തിന് ശേഷം ചെയ്തു എന്നാണ്. അങ്ങനെ ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഫീല് ബഅദ് എന്ന് പറയുമ്പോൾ അതും ഉൾപ്പെടുത്തുന്നുണ്ട്, വഖത്ത് കഴിഞ്ഞിട്ട് ശേഷം ചെയ്യുന്നതും ഉൾപ്പെടുത്തുന്നുണ്ട്. എവിടെ? ഫിസ്വലായി, നമസ്കാരത്തിലായ നിലയിൽ. നമസ്കാരത്തിലാണ്, ആ നിലപാടിൽ തന്നെ വഖത്ത് കഴിഞ്ഞു എന്നിട്ട് ബാക്കി കൊണ്ടുവന്നു. അങ്ങനെയുള്ളതിനും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ലാക്കിൻ എങ്കിലും ഫീഹി, ആ സമയത്തിൽ ചെയ്യപ്പെടുന്നത് ആവണം. നിങ്ങൾക്ക് ആ നിസ്കാരത്തിൽ നിന്ന് ആ ടൈമിൽ ചെയ്യപ്പെടുന്നുണ്ടല്ലോ, അത് റക്അത്തുൽ റക്അത്തായിരിക്കും. അപ്പൊ സമയത്തുനിന്ന് ഒരു റക്അത്ത് കിട്ടി, ബാക്കി വരുന്നത് ഈ റക്അത്ത് കിട്ടിയിട്ട് ബാക്കി കിട്ടിയ സമയത്തിന്റെ പുറത്തുമാണ്. ഈ ഷർത്ത് പ്രകാരം സമയം കഴിഞ്ഞിട്ട് ബാല് വന്നു, അല്ലെങ്കിൽ സമയത്ത് തന്നെ ബാൽ ചെയ്യുന്നു, പിന്നെ അതിന്റെ ബാൽ ചെയ്യുന്നു, ഇങ്ങനെല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ളതാണ് ഫീല് ബാല്. പുല്ലിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. ഇതാണ് അദാ. കമാഹുവ മഅലൂമും മിൻ മഹല്ലിഹി, അത് അതിൻ്റെതായ സ്ഥാനത്തുനിന്ന് അറിയപ്പെട്ടതുപോലെയാണ് ഈ റക്അത്ത് പറയുന്നത്. എന്താ കാരണം? ഹദീസ് സ്വഹീഹൈനി, സ്വഹീഹായ ഹദീസ് ഉള്ളത് കൊണ്ട് മൻ അദ്റക റക്അത്തുൻ മിനസ് സ്വലാത്തി, നമസ്കാരത്തിൽ നിന്ന് ഒരു റക്അത്ത് ഒരാൾക്ക് കിട്ടിയാൽ ഫഖദ് അദ്റക സ്വലാത്ത, നമസ്കാരം മുഴുവനും കിട്ടി എന്നാണെന്ന് ഹദീസിലുള്ളത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? സമയത്തിൽ തന്നെ ഒരു റക്അത്ത് കിട്ടണം, അത് ചെയ്യാൻ പറ്റൂലല്ലോ എന്നല്ലേ. അത് വെച്ചിട്ടാണ് സമയത്തിൽ കിട്ടിയത് റക്അത്ത് കിട്ടണം എന്നിവിടെ പറയണം. ആ നിബന്ധന പ്രകാരം വെച്ചിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റക്അത്ത് കിട്ടി, ബാക്കി സമയത്തിന് പുറത്ത് കിട്ടി, അതിനെയും ഫീല് ബഅദ് ഉൾപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ബഅദും ആ സമയത്തിന് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ
ഫീല് ബാ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നുണ്ട്, രണ്ടും പെടും. പിന്നെ നമുക്ക് ഇവിടെ തെൻവീനില്ലാതെ വായിച്ചത് കൗലു ബാളു എന്ന് പറയുന്നത് പിന്നെ ആ തെൻവീന്, അത് തെൻവീൻ ഇല്ലാതെയാണ് വായിക്കേണ്ടത്. എന്തിനേനി ഇലാപത്തിഹി, ബാലിനെ ഇലാപത്ത് ചെയ്യുന്നു ഇലാ മിസ്ലി മാ, ഒന്നുപോലത്തതിലേക്ക്, അങ്ങനത്തെ ഒന്ന് ഉമീഫയിലേക്ക് ആ ഒന്നിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അൽ മഅത്തൂഫു, മഅത്തൂഫിനെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മഅത്തൂഫ് കുല്ലല്ലേ, മഅത്തൂഫ് കുല്ലാണ്. ആ കുല്ലി എന്നതിന് ചേർക്കപ്പെട്ടത് എവിടേക്കാണോ അതേ ഇതിലേക്ക് തന്നെയാണ് എന്ത് ചേർക്കപ്പെട്ടിട്ടുള്ളത്, ബാലിന് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് തെൻവീൻ ഇല്ലാതെ ഫീലു ബഅലി വഖീല കുല്ലി മാ ദഖല എന്ന് വായിച്ചു പോകുന്നത്. പിന്നെ എന്തിനെ മുസന്നിഫ് അവറുകള് മാ ദഖല എന്ന് പറയുന്ന ആ മുലാഫിലൂടെ കളയുന്നത്? അതിനെ കളയപ്പെട്ടത് ഇഖ്തിസാരൻ, ഇവിടെ ചുരുക്കം കിട്ടണ്ടേ, അർത്ഥം കിട്ടുമെങ്കിൽ ലഫ്ദ് ചുരുക്കല്ലേ നല്ലത്, ആ നിലപാട് വെച്ചിട്ട് കളഞ്ഞതാണ്. ഏതുപോലെയൊക്കെ കൗലിഹിം, പണ്ഡിതന്മാരല്ല അറബികൾ പറയാറില്ലേ, എന്ത് നിസ്ഫു വ റുബു ദിർഹമിൻ, ഒരു ദിർഹമിന്റെ 4/1 പകുതി എന്ന് പറയലില്ലേ, അവിടെ ലാഭത്ത് ചെയ്യാതെ പറയുന്നില്ലേ. അതുകൊണ്ട് തന്നെ നിസ്ഫു ദിർഹമിൻ ഓ റുബു ദിർഹമിൻ എന്നല്ല ഉണ്ടാവാം എന്നതുപോലെ ഒക്കതാ ഇതേ പ്രകാരം തന്നെയാണ് കൗലു മുസന്നിഫിന്റെ കൗല് ഫീ എന്ത് കുല്ലു ഫീ തഅരീഫിൽ ഖലാഇ, ഖലാഇന്റെ നിർവചനത്തിൽ വരുന്നുണ്ട് കുല്ല്. അവിടെയും ഇങ്ങനെ തന്നെ നമ്മൾ വാദിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അവിടെയും ഉള്ളത്. അത് മുൻകൂട്ടി തന്നെ പറഞ്ഞു വെക്കണം, സംശയിക്കണ്ട. അപ്പൊ അദാനെ കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായങ്ങൾ പറഞ്ഞു. വൽ മുഅദ്ദ, ഇനി അദായിട്ട് വീട്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ഉസൂലല്ലേ ചർച്ച. വൽ മുഅദ്ദ, മുഅദ്ദയാകുന്നത് അദായിട്ട് വീട്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നാണ്. എങ്ങനത്തെ ഒന്ന്? ഫുഇല, ആ ഒന്നിനെ പ്രവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒന്നെന്തിനാലെങ്കിൽ ഇബാദത്തി, എല്ലാ ഇബാദത്തിൽ നിന്നും. അപ്പൊ എല്ലാ ഇബാദത്തും പെടും. അങ്ങനെ എല്ലാ ഇബാദത്തും മുഴുവനും, ആ ഇബാദത്തും മുഴുവനുമായി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വഖത്തിയ, അതിന്റെ സമയത്തിൽ തന്നെ. അൽ ഖൗലൈനി, 2 ഖൗലി പ്രകാരം അതിന്റെ സമയത്ത് തന്നെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് മുഅദ്ദ. ഔ ഫീഹി, അല്ലെങ്കിൽ പിന്നെന്താണ്? ആ സമയത്തിലും ബഅദഹു, സമയത്തിന് ശേഷവും. അലൽ അവ്വലി പ്രകാരം. അവര് പറഞ്ഞ ബാല്, അവിടെ എന്ത് പറഞ്ഞു? ആ ബാല് പറയുമ്പോ തന്നെ ബാക്കിയുള്ളതും അതിന്റെ ബാലും ആ സമയത്ത് തന്നെ, കുല്ലും ആ സമയത്ത്, 2 ഖൗല് പ്രകാരം അങ്ങനെയായി. അല്ലെങ്കിൽ അവ്വല് പ്രകാരം ബാല് സമയത്ത് കിട്ടി, ബാക്കിയുള്ളതൊക്കെ സമയത്തിന്റെ പുറത്തുമായി. ഇങ്ങനെ വന്നാലും എങ്ങനെയായാലും ആ സമയത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിന്റെ പേര് മുഅദ്ദ എന്ന് പറയാം. അതാണ് മുഅദ്ദ. ഇനി വൽ വഖ്തു, വഖ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ലിമ, ലമ്മ, അപ്പൊ ലമ്മ ഒന്നിന് വേണ്ടി. എങ്ങനത്തെ ഒന്ന്? ഫിഇലു കുല്ലിഹി, ആ മുഴുവത്തിനെയും പ്രവർത്തിക്കുക. ഫീഹി, ആ സമയത്തില്. അല്ലെങ്കിൽ ആ സമയത്തിൽ അത് മുഴുവത്തെയും പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ലൗ ഫീഹി വ ബഅദഹു, ആ സമയത്തിലും ആ സമയത്തിന് ശേഷവും എന്തായി പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒന്നിനു വേണ്ടിയുള്ള സമയം, ആ പ്രവർത്തിക്കുന്നത് അദാ ആണ്. അതായത് ഐലിൽ മുഅദ്ദ, അതാ പറയുന്നത്. അതാ ആണ്. അങ്ങനത്തെ ഒന്നിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഐലിൽ മുഅദ്ദ, അതാ ആയിട്ട് വീട്ടപ്പെടുന്നതിനുള്ള സമയ ടൈം ഏതാണ്? അസ്സമാനുൽ മുഖദ്ദറു ലഹു ശർഅൻ, അത് ശർഇൽ അതിന് നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന സമയമാണ്. മൊത്തത്തിൽ നമ്മൾ കണക്കാക്കുന്ന സമയമല്ല. അതിന് അതാ ആയിട്ട് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു സമയം ശർഇ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ശർഇ നിശ്ചയിച്ചതായിരിക്കുന്ന സമയം ഏതോ അതാണ് വഖത്ത്. മുത്ലഖൻ എന്ന് പറയുമ്പോൾ ഈ മുവസ്സഅൻ, വിശാലമായതായി. ഏതുപോലെയൊക്കെ സമാനി സ്വലാത്തിൽ ഹംസി, 5 വഖത്ത് നമസ്കാരത്തിന്റെ വിശാലമായ സമയമാണ്. അതുപോലെ തന്നെ സുനനിക, അതിന്റെ സുന്നത്തുകൾ പോലെ, ലുഹ പോലെ, ഈദ് പോലെ, ഇങ്ങനെയും ആവാം. ഓ മുദയ്യഖൻ, അല്ലെങ്കിൽ കുടിസാക്കപ്പെട്ട സമയമാവാം. അതാണ് മുത്ലഖിന്റെ അർത്ഥം. കുടിസാരി ഏതുപോലെയൊക്കെ സമാനി സോമി റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പിന്റെ കാലം പോലെ, അത് റമളാൻ തന്നെ പറ്റൂ. അയ്യാമിൽ വീന്ന് പോലെ തന്നെ, അത് അയ്യാമിൽ വീന്ന് തന്നെ പറ്റൂ, വേറെ സമയത്ത് പറ്റില്ലല്ലോ.
എന്നതുപോലെ മുളയ്യക്കായാലും വേണ്ടില്ല, മുവസ്സആയാലും വേണ്ടില്ല, ശറഈ നിശ്ചയിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ആ ഒരു കാലത്തിന്റെ പേരാണ് അദാ ആയിട്ട് വീട്ടപ്പെടുന്നതിന് പറ്റുന്ന സമയം, അല്ലെങ്കിൽ അദാ ആണെന്ന് പറയുന്ന സമയം. ഫമാ ലം യുഖദ്ദർ ലഹു സമാനുൻ ബിശ്ശറഇ, അപ്പൊ ശറയിൽ ഒരു പ്രത്യേക സമയമായി കണക്കാക്കി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒന്ന് അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ കന്നഫിരി സുന്നത്ത് പോലെ, വന്നദിരി നേർച്ച പോലെ, അൽ മുത്ലഖൈനി രണ്ടും ഒരു കൈദില്ലാത്ത മുത്ലഖൻ സുന്നത്ത്, മുത്ലഖൻ നേർച്ച അതിന് സമയം നിശ്ചയിച്ചിട്ടില്ലല്ലോ. വൈരിഹിമ അത് രണ്ടും അല്ലാത്തതുപോലെ, വൈകാന ഫൗരിയൻ അത് വേഗം ചെയ്യൽ ആണെങ്കിലും, അത് വേഗത്തിൽ ചെയ്യേണ്ട കർമ്മമാണെങ്കിലും സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഏതുപോലെയൊക്കെയല്ല ഇമാനി സത്യങ്ങളെ പോലെ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല, വേഗം ചെയ്യണം, എന്നാലും നിശ്ചിത സമയം വെച്ചിട്ടില്ല. അങ്ങനത്തത് ലായുസമ്മ ഫിഅലുഹു, അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരം കാര്യത്തെ കുറിച്ചുകൊണ്ട് പറയാനില്ല. ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് അദാ എന്ന് പറയില്ല, വലാ ഖളാ എന്നും പറയപ്പെടുകയില്ല. അങ്ങനെയാണ് അതിന്റെ നിലപാട്. വൈകാന സമാനു ലറൂരിയൻ ലിഫിഅലിഹി, അതിനെ പ്രവർത്തിക്കലിന് എന്താണ് കാലം ലറൂരിയ നിർബന്ധിതമായ സമയമാണെന്ന് വെച്ചോ, എന്നാൽ പോലും അതിന് ഖളാ അദാ എന്നും പറയപ്പെടുകയില്ല. ശറഈ നിശ്ചയിച്ചെങ്കിലേ അദാ ഖളാ വരികയുള്ളൂ. അപ്പൊ അദാഇനെ കുറിച്ചും മുഅദ്ദയെ കുറിച്ചും വഖത്തിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാം ഖളാ. എന്താണ് ഖളാ? ഒരു കാര്യം അത് ഖളാ എന്ന് പറയുന്നത് എങ്ങനെ? ഫിഇലു കുല്ലി വഖീല ബഅദി മാ ഖറജ വഖതു അദാഇഹി. ഇതാണ് ഖളാ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാത്തിനെയും ചെയ്യുക അല്ല, പറയപ്പെട്ടിട്ടുണ്ട് ബാലിനെ, ഒന്നിൽ നിന്ന് ബാലിനെയോ അല്ലെങ്കിൽ മുഴുവത്തെയോ സമയത്തിന്റെ പുറത്ത് ചെയ്യുക. ഖറജ വഖതു അദാഇഹി, അതിന്റെ എന്താണെന്നറിയാമോ? നിശ്ചിത സമയം കഴിഞ്ഞു പോയി, ആ സമയം കഴിഞ്ഞ് പുറത്ത് ചെയ്ത് കർമ്മത്തിന് വരാം. അതായത് സമാൽ മദ്കൂരി പറയപ്പെട്ടതായിരിക്കുന്ന സമയമാണ് അതിന്റെ സമയം. ആ ഒരു സമയത്ത് കഴിഞ്ഞു, അങ്ങനെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന കർമ്മത്തിന് ഒരു ഖളാ. അതിന്റെ ബഅദിനെ പ്രവർത്തിക്കലോടുകൂടെ ബഅദ ഖുറൂജുൽ വഖ്തി ആയലൻ, സമയത്ത് ബഅദ് പ്രവർത്തിച്ചു എന്നതുപോലെ തന്നെ സമയം കഴിഞ്ഞതിന് ശേഷം ബഅദിനെ പ്രവർത്തിച്ചു. ആ പ്രവർത്തിക്കലോടുകൂടെ അതിന്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താലും എന്ത് പറയും? ഖളാ എന്ന് പറയാം. സലാത്തൻ കാന സൗമൻ ഖബിലു ഫിസ്സലാത്തി, അത് നോമ്പാവട്ടെ നിസ്കാരമാവട്ടെ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ സമയത്തിന്റെ മുമ്പ് ചെയ്തു എന്നാലും അങ്ങനെ തന്നെ. വൈകാൽ മഖ്ഊലു മിന്നാ ഫിൽ വഖ്തി റകഅതൻ, നിസ്കാരത്തിന് പ്രവർത്തിക്കപ്പെടുന്നത് സമയത്തിൽ ഒരു റകഅത്താണെങ്കിൽ പോലും സമയത്ത് മുമ്പ് ചെയ്താലും ഖളാ. ഒന്നിലധികം കിട്ടി എന്നാലും വേണ്ടില്ല, ഖളായിട്ട് വരും. വൽ ഹദീസുൽ മുതഖദ്ദിമു ഫീഹാ, നിസ്കാരത്തിൽ മുമ്പ് പറഞ്ഞതായ ഹദീസ്, ഫീമൻ സാല ഉദ്റുഹു, അത് പിന്നെ ഒരാൾ കാരണം നീങ്ങിപ്പോയി അയാളിൽ പറഞ്ഞതാണ്. ഏതുപോലുള്ള കാരണമെങ്കിൽ ജുനൂനി ഭ്രാന്ത് പോലെയുള്ള കാരണം നീങ്ങി, അങ്ങനെ നീങ്ങിപ്പോയ ആളിൽ പറഞ്ഞതാണ് ഹദീസ്. വഖദ് ബഖിയ മിനൽ വഖ്തി മാ യസൂ റകഅതൻ, ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയിട്ട് പിന്നീട് സമയത്തുനിന്ന് ഒരു റകഅത്തിന് വിശാലമായ സമയം അവിടെ വിശേഷിക്കുന്നുണ്ട്. ആ രൂപത്തിൽ വരികയും ചെയ്താൽ ഫതജിബു അലൈഹി സ്വലാത്തു, അയാൾക്ക് നിസ്കരിക്കാൻ നിർബന്ധമാണ് എന്നാണ് അവിടെ മുമ്പ് പറഞ്ഞ ഹദീസിൽ. ആ ഹദീസ് ഇങ്ങോട്ട് ബാധകമാക്കേണ്ട എന്നർത്ഥം. വലോ കാല വഖ്തുഹു, മുസന്നിഫ് വഖ്തുഹു എന്ന് പറയുകയാണ് എങ്കിൽ ഏതുപോലെ കമാ ഖാല ഫിൽ അദായി, അദായില് മുസന്നിഫ് പറഞ്ഞത് എന്താ കൊടുത്തിട്ടുള്ളത്? അദായില് മുസന്നിഫ് പറഞ്ഞത് വഖ്തു എന്നല്ലേ കൊടുത്തത്? അതെ, അദായില് മുസന്നിഫ് പറഞ്ഞത് വഖ്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേ വഖ്ത് പറഞ്ഞിടത്ത് മുസന്നിഫ് ഇവിടെ വഖ്ത് പറയുകയാണ് എങ്കിൽ കഫ, അത് മതിയാകുമായിരുന്നല്ലോ എന്നാണ് പിന്നെ ഇവിടെ പറയാനുള്ളത്. അങ്ങനെ ഇബാറത്തുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും വ്യാഖ്യാനവും നിരൂപണങ്ങളും കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ തുടരും.